നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം. അതെ, ഇന്നത്തെ ഈ ഒരു അടിപൊളി റെസിപ്പി നമ്മളെ സജി തേരുള്ളി സാറിന്റെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ നമുക്ക് മെയിൻ വേണ്ട താരങ്ങൾ എന്ന് പറയുന്നത് 1 കപ്പ് ഗ്രീൻ പീസും ഒരു വലിയ ഉരുളൻകിഴങ്ങുമാണ്. ഗ്രീൻ പീസ് ഞാൻ തലേ ദിവസമേ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. അതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇവന്മാരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സബോള, അതുപോലെ 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചിയും. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ അരച്ചെടുത്തതും 1-2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടതും അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് 4-5 വിസിലാവുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ വിസിലൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. 2 ഏലക്കായുടെ കുരുവും ഗ്രാമ്പുവും കറുവപ്പട്ടയും നമുക്കൊന്ന് മാറ്റിവെക്കാം. മറ്റൊരു പാനിൽ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മളെ കറുവപ്പട്ട ഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഗുനാന്നരിഞ്ഞ ഒരു സബോളയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയുള്ളൂ പരിപാടി. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച നമ്മളെ ഗ്രീൻ ബീൻസും ഉരുളൻകിഴങ്ങും കൂട്ടുകളും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അജി സാർ ഇവിടെ പറഞ്ഞത് ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഒരു ഗ്രീൻ പീസ് കറി കഴിക്കുന്നതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇത് പണ്ടേ ഇഷ്ടമായതുകൊണ്ട് ഇത് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയൊരു ഫീൽ എന്താ അറിയോ, കുറുമക്കറിയാണോ അതോ ഇഷ്ടമാണോ അങ്ങനെ എന്തോ തോന്നി. അതോടകം തന്നെ സാർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി അടാർ ഐറ്റം തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ നല്ല ചൂട് പൂരിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ടാറ്റാ.